ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ ധാരാളമായി ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു ജോലി സ്വീകരിക്കുമ്പോൾ ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പൊതുവേ നമ്മുടെ സഹോദരിമാരെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സ്നേഹക്കൂടുതൽ ചർച്ചക്കെടുത്തിരിക്കുന്നത്. അതായത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ കുറിച്ചാണ്. ചെറിയൊരു കുറ്റബോധത്തോടെയും മാനസിക വിഷമത്തോടു കൂടെയാണ് പലപ്പോഴും സ്ത്രീകൾ പുറത്ത് ജോലിക്ക് പോവാറുള്ളത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പുറത്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായും വീട്ടിലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറ്റബോധം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ പുറത്ത് ഇറങ്ങി പോകുമ്പോൾ ധാരാളം ആളുകളുടെ ഇടപഴകേണ്ടി വരും. അപ്പോൾ ഇസ്ലാമികമായ ഒരു അച്ചടക്കം പാലിക്കാൻ സാധിക്കാതെ പോകുന്നുവോ എന്ന മനോവിഷമം, അതേപോലെ തന്നെ ഭർത്താവിനെ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കാനും പരിചരിക്കാനും പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ മാനസിക പ്രയാസങ്ങൾ, പിന്നെ ജോലിസ്ഥലത്തും വീട്ടിലുമുള്ള രണ്ട് ഭാഗത്തുമുള്ള ടെൻഷനുകൾ ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ സഹോദരിമാരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു പ്രസക്തി, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആ മാർഗദർശനം നൽകുന്നതിലൊരു സമ്പൂർണ്ണത ഒക്കെ നമുക്ക് മനസ്സിലാവുക. അടിസ്ഥാനപരമായി ഒരു സ്ത്രീ വീട്ടിലിരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇസ്ലാമിൻ്റെ തത്വം. വക്കർണ ഫി ബുയൂത്തിക്കുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊല. സൂറത്ത് അൽ അഹ്സാബ് 33-ാമത്തെ സൂറത്തിലെ 33-ാമത്തെ വചനമാണ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു കൂടുക. അജ്ഞാത കാലഘട്ടത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങിപ്പോയതുപോലെ നിങ്ങൾ എന്തായരുത്, അലങ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്തു പോകരുത് എന്നത് ഖുർആനിൻ്റെ ഒരു അടിസ്ഥാന നിയമമാണ്. ഇത് അഭിസംബോധന ചെയ്യുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടാണെങ്കിലും അവർക്കുള്ള നിയമങ്ങൾ മറ്റുള്ള സ്ത്രീകൾക്ക് കൂടെ ബാധകമാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇസ്ലാം സ്ത്രീക്കൊരു സ്വാതന്ത്ര്യം നൽകുന്നില്ലേ, പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ലേ, സമ്മതിക്കുന്നില്ലേ എന്ന ഒരു ചോദ്യമുണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ആവശ്യമാണ് അവരെ പുറത്തിറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒരു അനാവശ്യമായി ഒരു സ്ത്രീ പുറത്തിറങ്ങി പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ആ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും അവരുടെ മനോഭാവത്തിലൊക്കെ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തു പോകാൻ ഇസ്ലാം അനുവദിക്കുന്നു. പക്ഷേ എന്തിനു പോകുന്നു, എന്താണതിൻ്റെ കാര്യം എന്നതിനെക്കുറിച്ചുള്ള ചില നിബന്ധനകൾ നിങ്ങൾ ചോദിച്ച പോലെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അതിൽ പരിഗണിക്കപ്പെട്ടത് ആവശ്യമാണ്. അതായത് പുറത്തു പോയി ഒരു ജോലി ചെയ്യേണ്ട ഒരാവശ്യം ആ സ്ത്രീക്കുണ്ട്. അത് ജോലിയാവാം, ഇപ്പോൾ ഡോക്ടറെ കാണണം, അതൊരാവശ്യമാണ്. അതെ. അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഒരാളെ സന്ദർശിക്കണം, രോഗിയെ സന്ദർശിക്കണം, ഒരാവശ്യമാണ്. അതേപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി കൂടെ പോകേണ്ടതുണ്ട്, ആവശ്യമാണ്. തൻ്റെ കുടുംബം ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മാത്രം അധ്വാനം കൊണ്ട് പറ്റൂല. എനിക്ക് എന്ത് ചെയ്യണം, ഞാനും കൂടെ ഒന്ന് സഹകരിച്ചാലേ പറ്റൂ എന്നൊരു ഘട്ടത്തിൽ, ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് പുറത്തു പോകാനും ജോലി ചെയ്യാനും ഇസ്ലാമിൽ അനുവാദമുണ്ട്. ഒന്നാമത്തൊരു കാര്യം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അത് അവളുടെ പ്രകൃതിക്ക് യോജിക്കുന്ന ജോലിയായിരിക്കണം. പ്രകൃതിക്ക് യോജിക്കുന്ന ജോലിയായിരിക്കണം. ഇപ്പോൾ കുറേ പുരുഷന്മാർ ഭയങ്കരമായൊരു ഹാർഡ് വർക്ക്, അവിടെ ഒരു സ്ത്രീ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതവിടെ പ്രകൃതിക്ക് യോജിക്കാത്തതാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ പുറത്തു പോയി ജോലി ചെയ്യുക, അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ഡോക്ടർമാരായിട്ടുണ്ടാവേണ്ട ചില അനിവാര്യ ഘട്ടങ്ങളുണ്ട്. എപ്പോഴും അത് തന്നെയാണ് നല്ലത്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ ടൈലറിങ്, ചിലപ്പോൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ തയ്ക്കാൻ ഒരു സ്ത്രീ തന്നെ ആയിരിക്കും എപ്പോഴും നന്നായി തീരുക. അതേപോലെ തന്നെ പഠിപ്പിക്കുക. പൊതുവേ ഇപ്പോൾ പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ചില അവിടെ പ്രകൃതികൾക്ക് യോജിക്കുന്ന ജോലികളാണ് അവർ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് പറ്റുന്ന ജോലി, പറ്റാത്ത ജോലി എന്ന് പൊതുവായി തന്നെ വിഭജിക്കപ്പെടാറുണ്ട്. എല്ലാ നിലക്കും അവരുടെ ആരോഗ്യത്തിനും ദീനിനും സുരക്ഷിതമായിട്ടുള്ള ജോലികളായിരിക്കണം അവർ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ത്രീ ഒരു ജോലി സ്ഥലത്ത് കിട്ടുമ്പോൾ അവളെ ഉപദ്രവിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനുമുള്ള നല്ല സാധ്യതകളുണ്ട്. അതെ. അത് എല്ലാ സ്ഥലത്തും ഒരേ സംസ്കാരമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സംസ്കാരമായിക്കൊള്ളുന്നില്ല ഒരു ഹോട്ടലിലെ സംസ്കാരം. ഓരോ സ്ഥലത്തും ഓരോ സംസ്കാരമായിരിക്കും. അതെ. അപ്പോൾ ആ സ്ത്രീക്ക് കൂടിക്കലരാൻ അവസരമില്ലാത്ത, അവരുടെ സുരക്ഷിതത്വത്തിന് പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളാണ് അവർ ജോലിക്ക് നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ, പുറത്തിറങ്ങി പോകുമ്പോൾ ഹിജാബ്,
ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണം അത് കമ്പൽസറിയാണ്. കാരണം അത് സുരക്ഷിതത്വത്തിന് വേണ്ടിയും നാളെ പരലോകത്ത് വിജയത്തിന് വേണ്ടി നിശ്ചയിച്ചതാണ്. വസ്ത്രം കാണുന്നതോടുകൂടെ, വേഷം കാണുന്നതോടുകൂടെ ഒരു സ്ത്രീയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് പുരുഷൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരും. ഇതത്ര ചിട്ടയും വ്യവസ്ഥയൊന്നും ഇല്ലാത്ത, ആരുമായും കൂടിക്കലരാനും ഇടപഴകാനും തയ്യാറുള്ളവളാണ് എന്ന് വേഷത്തു നിന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നല്ല ദേഹത്ത് അയഞ്ഞൊരു വസ്ത്രം, അതേപോലെ ഇറങ്ങി നിൽക്കുന്ന ഒരു മഫ്ത, ദേഹത്ത് അതിന് പറ്റുന്ന രൂപത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ അവളൊരു മാന്യയാണ്, ഇസ്ലാമികമായ ചിട്ടകളോട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നൊരു സ്ത്രീയാണ് എന്ന് വ്യക്തമായും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു വേഷം വിധാനം സ്ത്രീ എന്ത് ചെയ്യണം, പുറത്തു പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്വീകരിക്കണം. അതെ. പിന്നെ നമ്മൾ പലപ്പോഴും പറയാനുള്ള പോലെ ബാധ്യത, അതായത് പുറത്തുള്ള ജോലി, തൻ്റെ സ്വന്തം നിലയ്ക്ക് തൻ്റെ മക്കളോടും ഭർത്താവിനോടുള്ള ഗാർഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇത് രണ്ടും പിന്നെ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, പുറത്ത് ജോലിക്ക് പോകുന്നത് അവളുടെ മൊത്തം ജീവിതത്തിന് നഷ്ടകരമായ രൂപത്തിൽ, അതായത് ബാധ്യതകളെ വിസ്മരിക്കത്തക്ക വിധത്തിലുള്ള ഒരു പോകൽ എന്തായിരുന്നാലും അവൾക്ക് അത്ര ആരോഗ്യകരമായ കാര്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സ്ത്രീ പുറത്തു പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല. പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.